ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പൊ ഒരു റിലേഷൻഷിപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാര് ഇപ്പൊ ഒരുപാട് ബ്രേക്കപ്പ് ആയി പോകാറുണ്ട്. അപ്പൊ ആ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡൈവോഴ്സ് ഇല്ലാതിരിക്കാനായിട്ട് എന്താണ് പെൺകുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആവശ്യം എന്നുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് റിലേഷൻഷിപ്പ് നിർത്തി പോവാതിരിക്കാനായിട്ട് എന്താണ് ഒരു ബോയ് ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും ഒരു ഉടക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് സോർട്ട് ഔട്ട് ചെയ്യണം. വെച്ചോണ്ടിരിക്കരുത്. രണ്ടാളും മ്യൂച്വലി ഇതാക്കിയിട്ട് അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കണം, സംസാരിച്ച് തീർക്കണം. അത് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. പിന്നെ എന്താണ് ഒരു ബന്ധം വേർപെട്ട് പോവാതിരിക്കാനായിട്ട് വേറെ എന്താണ്? സ്നേഹിക്കണം, അങ്ങാടും അയാൾക്ക് മനസ്സിലാവണം നമ്മൾ അയാളെ സ്നേഹിക്കാനുണ്ടെന്ന്. തിരിച്ചു ലോയൽ ആവണം. ലോയൽ ആവണം. ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്ത സംഭവമാണല്ലോ അത് വേണം. മസ്റ്റായിട്ടും വേണം. വേണം. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഒരു പെൺകുട്ടി ഇപ്പൊ റിലേഷൻഷിപ്പിലായിട്ട് അത് പിരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് എങ്ങനെ നിന്നാലാണ് ആ പെൺകുട്ടി പോവാതിരിക്കുക? അത് കൊച്ചിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. നല്ല പെൺപിള്ളേരാണെങ്കിൽ നിക്കുവല്ല, അവള് എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും. എന്റെ ഒരു അഭിപ്രായത്തില് എന്റെ അടുത്ത് ഇങ്ങനെ നിന്നാലാണ് ഞാൻ നല്ല രീതിയിൽ നിൽക്കുള്ളൂ എന്നുള്ള സംഭവം തന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? എന്റെ അഭിപ്രായത്തില് രണ്ടുപേരുടെയും ഇത് നോക്കണം, അഭിപ്രായം നോക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പിന്നെന്താ അഭിപ്രായം, രണ്ടുപേർക്കും റെസ്പെക്ട് കൊടുക്കണം ഈക്വലായിട്ട്. ചീത്ത ഒന്നും പറയാൻ പാടില്ല. ആവശ്യം വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം. ഒരാൾക്ക് മാത്രമല്ല, രണ്ടുപേർക്കും റെസ്പെക്ട് കൊടുക്കുക പരസ്പരം. മെയിനായിട്ട് സ്നേഹം വേണം. അതൊക്കെ തന്നെ. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അല്ല, പൊതുവെ ഇപ്പൊ ഒരുപാട് ബ്രേക്കപ്പും ഡൈവോഴ്സുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? അപ്പൊ ഒരു പെണ്ണിട്ടേച്ച് പോവാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുക. ഒരു താളെ തന്നെ കുറ്റം കണ്ടുപിടിക്കാതെ പരസ്പരം രണ്ടുപേരുടെയും കുറ്റമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു ഇതിൽ പോവുകയാണെങ്കിൽ വലിയ ബ്രേക്കപ്പും തേപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നു, എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയാം ഒരാളോട്. അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും വേറൊരാൾ പറഞ്ഞറിയണൊക്കെ നല്ലതാണ്, നമ്മൾ തന്നെ പറഞ്ഞ ആ വ്യക്തി അറിയണത്. എന്ത് കാര്യമുണ്ടെങ്കിലും തുറന്നു പറയാം. സംസാരിക്കാന്നുള്ളതാണ് കാര്യം. ഇവിടെയോ? എനിക്കറിയുന്നില്ല. എന്നാലും ഒരു നോളജ് വെച്ചിട്ട് ഒരു ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, സ്വന്തം എക്സ്പീരിയൻസ് വേണ്ട, കൂട്ടുകാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാം ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ പിന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, മനസ്സിലാക്കാം. പെൺകുട്ടികൾ തേക്കാതിരിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ബോയ്ക്ക്? അതായത് ഇപ്പോൾ ഒരുപാട് ബ്രേക്കപ്സ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ഡൈവോഴ്സുകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആണിനെ ടച്ച് പോകാതിരിക്കാൻ എന്താണ് ആ ബോയ്ക്ക് ചെയ്യാൻ പറ്റുക? അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളായിരിക്കും. അപ്പൊ അതൊക്കെ ഓരോരുത്തർ. എങ്ങനെയാണ് ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഒരു ആണ് ജീവിക്കേണ്ടത്? പെൺകുട്ടിയുടെ അടുത്ത് ഒരാണ് ജീവിക്കേണ്ടത്. എങ്ങനെ ചോദിച്ചാൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ നിന്നാലാണ് പിരിഞ്ഞു പോവാതിരിക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവാ? ലോയലായിട്ട് നിൽക്കുക, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും പറയാൻ പറ്റണം, സംസാരിക്കുക, ഐഡിയ ചെയ്യേണ്ട ആവശ്യം വരരുത്, എന്തും പേടിയില്ലാതെ പറയാൻ പറ്റണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു കാര്യം പറയുന്നത് അതേ രീതിയിൽ മനസ്സിലാക്കണം, നുണ പറയാതിരിക്കുക. പറയുന്ന കാര്യം അപ്പുറത്താക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ പോയി അങ്ങനെ. ഇപ്പൊ ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക? അതായത് ഇപ്പൊ ഒരു പെൺകുട്ടി റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ ആ ഒരു ബന്ധം വിട്ടു പോകാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ബോയിനെ സംബന്ധിച്ച്? എങ്ങനെ നിന്നാലാണ് നിങ്ങൾ ഇട്ടിട്ട് പോവാതിരിക്കുക? നമ്മുടെ കൂടുതലും പൈസനേക്കാളും കൂടുതൽ അവരോട് എങ്ങനെ പെരുമാറുന്നുള്ള രീതിയായിരിക്കും നോക്കുന്നത്. ചീത്ത പറയാൻ പാടില്ല. അതെ, അവരെങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് മെയിൻ ഇമ്പോർട്ടന്റ്. ഒരു പെൺകുട്ടി അവരെ വിട്ടിട്ട് പോവോ ഇല്ലയോ എന്നുള്ളത്, പൈസക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പെൺകുട്ടികൾ ഒരാളെ തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ആ ഒരു വ്യക്തിക്ക്? അതായത് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് നിർത്തി പോവാതിരിക്കാനായിട്ട് ഒരു പെൺകുട്ടി എന്ന നിലയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ ഭാഗത്തുനിന്ന് മാക്സിമം തെറ്റ് വരാണ്ട് നോക്കണം. പിന്നെ മനസ്സിലാക്കി പോയി കഴിഞ്ഞാല് വേറൊരു ഇതുണ്ടാകില്ല. നന്നായിട്ട് മനസ്സിലാക്കി പോയാൽ മതി ആ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കാനായിട്ട്. എവിടെയോ ഒരു റിലേഷനിൽ എഫേർട്ടാണല്ലോ വേണ്ടത്. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നിന്നും എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ റിലേഷൻ മതിയായിരിക്കും. നല്ല രീതിയിലും സെയിം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ റിലേഷൻ നല്ല രീതിയിൽ തന്നെ നിൽക്കും. ഇപ്പൊ ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു റിലേഷൻഷിപ്പില്? അതായത് ഇന്ന കാര്യം ചെയ്താൽ റിലേഷൻഷിപ്പ് ടച്ച് പോകാതിരിക്കാൻ എന്താണ് ഒരു ബോയ്ക്ക് ചെയ്യാൻ പറ്റുക? ട്രസ്റ്റ് ഉണ്ടാവും, ലോയലായിരിക്കണം. ലോയലായിട്ട് എന്താ ഒരു പെൺകുട്ടിയും ഇട്ടിട്ട് പോകില്ല.
ട്രസ്റ്റ് ഉണ്ടാവും പരസ്പരം ട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ നിൽക്കും. നിൽക്കും. പിന്നെ ചീത്ത പറയാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? മനുഷ്യരല്ലേ, ട്രസ്റ്റ് ഉണ്ടായാലും ഓയിലായിരിക്കാം. ടോക്സിക് ആവാൻ പാടില്ല, ഒരുപാട് പിടിച്ചു വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊന്നുമല്ല, ലോയലായാൽ മതി. ലോയലായ മതി. ലോയലായി കഴിഞ്ഞാൽ ഏത് പെൺകുട്ടി ആയാലും എന്തായാലും നിന്നോളും. രണ്ടുപേരും അങ്ങനെ ഇരിക്കണം. രണ്ടുപേരും അങ്ങനെ ആയി കഴിഞ്ഞാൽ ഓക്കെ. ഒരു പെൺകുട്ടി തേക്കാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക ഒരു ബോയ്ക്ക്? അതായത് ഒരു റിലേഷൻഷിപ്പ് നിർത്തി നിങ്ങൾ പോവാതിരിക്കാൻ മനസ്സിലാക്കുക, അതൊക്കെ തന്നെ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മനസ്സിലാക്കുക. ഇവിടെ എന്താണ് പറയാനുള്ളത്? സെയിം അല്ല, എഫോർട്ട് രണ്ട് സൈഡിൽ നിന്നും വേണമല്ലോ. എഫേർട്ട് വേണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ.